റൂമിൽ മൊത്തം അർത്ഥം മനസ്സിലാകാത്ത തരത്തിലുള്ള എന്തൊക്കെയോ ഇംഗ്ലീഷ് വാചകങ്ങൾ എഴുതി ഒട്ടിച്ചു വച്ചിരിക്കുന്നതും റൂമിൽ കിടന്നിരുന്ന ഫ്രീക്കൻ വസ്ത്രങ്ങളും കണ്ടപ്പോൾ മുതൽ കിരണിനൊപ്പം ഒരേ മുറിയിൽ തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമായിരുന്നു റാമിൻ്റെ മനസ്സിൽ. അഥവാ അവന് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ കിടപ്പ് ഹാളിലേക്ക് മാറ്റാമെന്ന് റാം മനസ്സിലോർത്തു. ബാൽക്കണിയിൽ പോയിരുന്നതിനു ശേഷം ഫോൺ എടുത്ത് വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല എന്നവന് മനസ്സിലായി. ഉടൻ തന്നെ അയൽവീട്ടിൽ വിളിച്ച് താൻ ചെന്നൈയിൽ എത്തിയ വിവരം അമ്മയെ ധരിപ്പിക്കുവാൻ അറിയിച്ചു. പ്രകൃതി സ്നേഹിയും ആരോഗ്യകാര്യത്തിൽ അവിശ്വസനീയമായ തരത്തിൽ ശ്രദ്ധിക്കുന്നതുമായ അവൻ്റെ അച്ഛൻ അരവിന്ദൻ വീട്ടിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിച്ചിരുന്നില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കി ഉപയോഗിക്കണം എന്ന വ്യവസ്ഥയിലാണ് ചെന്നൈയിലേക്ക് പോരുമ്പോൾ റാമിന് അച്ഛൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് പോലും. അതും സിനിമാ പഠനം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിയപ്പോൾ മാത്രമാണ് ക്യാമറയുള്ള അത്യാവശ്യം നല്ലൊരു ഫോൺ വാങ്ങിക്കൊടുത്തതും. പാരമ്പര്യമായി പ്രകൃതിയെയും മണ്ണിനെയും അമിതമായി സ്നേഹിക്കുന്ന ഒരു നാടൻ കുടുംബമായിരുന്നു റാമിൻ്റേത്. അവൻ്റെ അച്ഛൻ 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് പലതരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ നെല്ല് വരെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കും. ജൈവ പച്ചക്കറികളും പഴങ്ങളും വാങ്ങാൻ റാമിൻ്റെ വീട്ടിലേക്ക് എന്നും അനവധി ആളുകൾ വന്നെത്തിക്കൊണ്ടിരുന്നു. ചെറുപ്പത്തിൽ റാമിന് അച്ഛനോട് ഭയങ്കരമായി വെറുപ്പായിരുന്നു. പിന്നീട് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അച്ഛൻ്റെ ചെയ്തികളും പറയുന്ന കാര്യങ്ങളും അവനെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചു. താനും കുടുംബവും അനുഭവിക്കുന്ന മനഃശാന്തിയും കലർപ്പില്ലാത്ത അന്നവും സമൂഹത്തിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ അച്ഛൻ അവൻ്റെ റോൾ മോഡലായി മാറി. ആ അച്ഛനെ കണ്ട് വളർന്നതിനാൽ അവനിലും ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായി. അങ്ങനെയൊരു ലക്ഷ്യമായിരുന്നു സിനിമാ പഠനവും പുസ്തകമെഴുത്തും. പുസ്തകമെഴുത്തിനെ അച്ഛൻ പൂർണ്ണമായും പിന്തുണച്ചു. പക്ഷേ സിനിമാ പഠനം അയാൾക്ക് ദഹിക്കുന്ന ഒന്നായിരുന്നില്ല. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായി അമ്മയും അനുജത്തിയും അവൻ്റെ ഒപ്പം കൂടി. ഒടുവിൽ 1 വർഷത്തെ ഫിലിം ഡിപ്ലോമ കോഴ്സ് ചെയ്യുവാൻ അവനെ അച്ഛൻ അനുവദിച്ചു. തമിഴ്നാടും അവിടുത്തെ ആളുകളുടെ ജീവിതശൈലിയും റാമിന് എന്നും ഒരു കൗതുകമായിരുന്നു. താൻ ആദ്യമായി എഴുതുന്ന പുസ്തകത്തെ തമിഴ്നാടുമായി ബന്ധപ്പെടുത്തുവാൻ അവൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. വല്ലപ്പോഴും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പോയിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ഒരു കഥ മുഴുപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ സിനിമാ പഠനത്തെപ്പറ്റി അവൻ ഗൗരവമായി ചിന്തിച്ചത്.